കോഴിക്കോട് എൻ.ഡി.എ മുന്നണിയിൽ പൊട്ടിത്തെറി. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനൊരുങ്ങി കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സീറ്റ് പോലും നൽകാത്തതാണ് കേരള കാമരാജ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ എൻ.ഡി.എയുടെ പ്രധാന ഘടകകക്ഷിയായ കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടി മത്സരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 3 സീറ്റുകൾ പോയിട്ട് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. അതുകൊണ്ട് 12 സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ബി.ജെ.പി. ജില്ലാ നേതൃത്വം മുന്നണി മര്യാദ കാണിച്ചില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയാത്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 3 സീറ്റുകൾ ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ മത്സരിക്കുകയും ഒരു സീറ്റിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ചെയ്ത പാർട്ടിയാണ് കേരള കാമരാജ് കോൺഗ്രസ്. ആ പാർട്ടി ദേശീയ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്. ആ കക്ഷിക്ക് വേണ്ട പരിഗണന പാർട്ടിയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ലഭിച്ചിട്ടില്ല. അതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. 5ഓളം വാർഡുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 5ഓളം വാർഡുകളിൽ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടി ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ളതാണ് തീരുമാനം. മാങ്കാവ്, പാളയം, ആഴ്ചവട്ടം എന്നീ സീറ്റുകളാണ് ഇത്തവണ കേരള കാമരാജ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ആഴ്ചവട്ടം, പാളയം, പന്നിയങ്കര, കാരപ്പറമ്പ്, പുതിയറ ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇവയിൽ കാരപ്പറമ്പ്, പുതിയറ ബി.ജെ.പിയുടെ സിറ്റിംഗ് ഡിവിഷനുകളാണ്. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ചാലപ്പുറം ഡിവിഷനിലും ഷാലിയ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള പന്നിയങ്കര വാർഡിലും മത്സരിക്കാനാണ് ഇവരുടെ തീരുമാനം. പ്രശ്നങ്ങൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായും എന്നാൽ നേതാക്കൾ കൈമലർത്തുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.